ഹായ് ഹലോ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പോ ഇതെന്റെ പഴയ ടേബിളാണ്. പഴയ ടേബിൾ എന്ന് വെച്ചാല് പഴയതല്ല, പുതിയതാണ്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഉള്ള സെറ്റിങ്സും കാര്യങ്ങളൊന്നും അല്ല ഇതിന് ഉണ്ടായിക്കണം. അപ്പൊ ഞാൻ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചതാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ റെഡി ആയില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ പരിപാടിയിലായിരുന്നു. അപ്പോൾ അതിനൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് പ്രിന്റഡ് എന്താ പറയാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഫോട്ടോ കോപ്പി നമ്മുടെ പ്രിന്റർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ A3 സൈസിൽ ഫോട്ടോസ് പ്രിന്റ് എടുത്ത് തരും അവര്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും. 30 രൂപ എന്താവുള്ളൂ. A3 ഷീറ്റിൽ ഒരുപാട് ഫോട്ടോസ് നമുക്ക് ചെയ്യാം. ഒരൊറ്റ ഷീറ്റിൽ തന്നെ ഒരുപാട് ഫോട്ടോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ ഞാനൊരു ഡയറി മിൽക്ക് ഒക്കെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ കുറെ കാലമായി ടേബിൾ ഇങ്ങനെ അതും ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെക്കും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ അത് മാറ്റും. കാരണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ചിന്തകളും എല്ലാ സംഭവങ്ങളും. അപ്പൊ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ടേബിൾ ക്ലീൻ ചെയ്യാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്. നമ്മുടെ നാരങ്ങാ നീരും അതിന്റെ കൂടെ തന്നെ എന്താ പറ്റിയ അപ്പസോഡ അല്ലേ, ബേക്കിംഗ് പൗഡർ ഇല്ലേ, ആ സാധനം അതും കൂടി ഇതാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. സെറ്റാണ്. പിന്നെ റൂം റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ വെച്ചു. പിന്നെ കുറച്ച് അലങ്കോല പണികളൊക്കെ വേണമല്ലോ, കുറച്ച് നാച്ചുറൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, നാച്ചുറൽ അല്ല. പക്ഷെ എനിക്ക് ഒറിജിനൽ കൊണ്ടുപോയി വെക്കണതിനോട് എനിക്ക് ഇഷ്ടമല്ല. കാരണം അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഇടങ്ങേറുള്ള പരിപാടിയാണ്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഇഷ്ടമല്ലാത്തൊന്നല്ല, വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തോണ്ട് തന്നെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോ പിന്നെ നമ്മുടെ ടാബ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് കുറെ ക്യൂട്ടായിട്ടുള്ള കുറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ അതൊക്കെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇപ്പോൾ എന്റെ ടേബിൾ ഇരിക്കുന്നത്. അതൊരു എന്താ പറയാ വെറൈറ്റിയാണ്. കാരണം ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മൾ അതുമ്മ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു തോന്നൽ വരിക. മറ്റേത് എന്നും കാണുന്നത് ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേകമായിട്ടൊന്നും തോന്നത്തില്ല. അപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ തുടച്ചിട്ടും ഇതായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുക്കാലോ. അപ്പുറത്തേക്ക് വെക്കുക, ഒന്ന് ഇപ്പുറത്തേക്ക് വെക്കുക. പിന്നെ ചിലതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആവുമല്ലോ. അപ്പൊ കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുതിയതായിട്ട് കൊണ്ടുപോയി വെക്കാം. അപ്പൊ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ആ സംഭവം. പിന്നെ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചായിരുന്നു കേട്ടോ. നല്ല റേറ്റ് കുറവായിരുന്നു. 200 സംതിങ് എന്തോ ആണ് തോന്നുന്നു. പക്ഷെ നല്ല സംഭവമായിട്ട് നല്ലൊരു എസ്തെറ്റിക്, നല്ലൊരു രസമുണ്ട് കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. പക്ഷെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത് മേടിച്ചിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇതുവരെ ഇതിൽ ഒന്നും കുടിച്ചിട്ടില്ല. അതാണ് സംഭവം. കാരണം ഇതിങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോ ഉപയോഗിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫൈനലി നമ്മുടെ മിനിസോന്ന് മേടിച്ചിട്ടുള്ള കീബോർഡ് അതും വെച്ചിട്ട് സെറ്റപ്പ് ചെയ്തു. അപ്പൊ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.